ഇപ്പോൾ എഐയുടെ കാലഘട്ടമാണല്ലോ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം എഐ എന്ന സ്ഥിതിയായി. ഹോം അപ്ലയൻസസ് മുതൽ ആനിമേഷൻ, VFX മേഖലയിലേക്കെല്ലാം എഐ എത്തി നിൽക്കുന്നു. വളരെയധികം താമസിച്ചു എന്നറിയാം, എന്നാലും നമ്മളും തുടങ്ങിയാണ് എഐ ട്യൂട്ടോറിയൽസ്. ഈ ഒരു ഇമേജ് എഐ പ്രോംപ്റ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ജെമിനി, ChatGPT, Grok, Meta AI പോലുള്ള ഏത് എഐ ഇമേജ് ജനറേഷൻ പ്രോഗ്രാമുകളും ഈ ഒരു സ്റ്റൈൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനായി ഞാൻ യൂസ് ചെയ്തത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന ഓപ്പൺ സോഴ്സ് എഐ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അസീം എം സാഹിബ്. വെൽക്കം ബാക്ക് ടു സാഹിബ്സ് റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന എഐ പ്രോഗ്രാം. സ്റ്റേബിൾ ഡിഫ്യൂഷൻ എഐ പ്രോഗ്രാമിൽ പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള എഐ മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജെമിനി അല്ലെങ്കിൽ ChatGPT പോലുള്ള പ്രോഗ്രാമുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എഐ ജനറേഷൻ മോഡൽസ് ആണ് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ഫ്ലെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എഐ ജനറേഷൻ മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ SDXL അല്ലെങ്കിൽ SD എന്നൊക്കെ പറയുന്ന ഓൾഡർ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഓൾഡർ വേർഷൻസ് ആയിട്ടുള്ള രീതിയിലുള്ള മോഡൽസ് നിങ്ങൾക്ക് ഈ സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചെക്ക് പോയിന്റ്, അതായത് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് എഐ ജനറേറ്റഡ് അല്ലെങ്കിൽ ബേസിക് എഐ ട്രെയിൻഡ് മോഡൽസിനാണ് നമ്മൾ ചെക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചെക്ക് പോയിന്റ് ഫ്ലെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിമോൺ കോർ എന്ന് പറയുന്ന ഒരു കസ്റ്റം ട്രെയിൻഡ് മോഡലാണ്. ഈ കസ്റ്റം ട്രെയിൻഡ് മോഡൽ നിങ്ങൾക്ക് സിവിറ്റ് AI എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡിമോൺ കോർ എന്ന് പറയുന്ന ഒരു ചെക്ക് പോയിന്റ് ആണ്. ഫ്ലെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് ആണ്. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ കാണാം. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് പതിയെ ആഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് ഞാൻ നോക്കാം. എനിക്ക് വേണ്ടത് ഒരു ക്യൂട്ട് ബണ്ണി ക്യാരക്ടറാണ്. ആ ബണ്ണി ക്യാരക്ടർ ഒരു സെമി റിയലിസ്റ്റിക് ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇമേജാണ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മാജിക്കൽ ഫോറസ്റ്റ് ഒരു ബണ്ണി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ട സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു 3D സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോമ കൊടുക്കുന്നു. സെപ്പറേറ്റ് അടുത്തൊരു സെഷനായിട്ട് എനിക്ക് വേണ്ട സ്റ്റൈൽ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് താഴേക്ക് വരുമ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് സാമ്പിളിംഗ് മെത്തേഡുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. സ്റ്റേബിൾ ഡിഫ്യൂഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ജെമിനി അല്ലെങ്കിൽ ഈ പറയുന്ന ChatGPT പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ള സെറ്റിങ്സുകളൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരില്ല. അവിടെ വരുന്നത് ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അത് പ്രോംപ്റ്റിനകത്ത് തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടിയും വരും. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താണ് സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സാമ്പിളിംഗ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് യൂളറാണ്. കാരണം ഫ്ലെക്സിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സാമ്പിളിംഗ് മെത്തേഡ്, വർക്ക് ചെയ്യുന്ന ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് യൂളറാണ്. യൂളറിൻ്റെ ടൈപ്പ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ സാമ്പിളിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്ന കാര്യം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സാമ്പിളിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം. ഇനി സ്റ്റേബിൾ ഡിഫ്യൂഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റേബിൾ ഡിഫ്യൂഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോക്കലി നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പവർഫുൾ GPU ആവശ്യമാണ്. അതായത് ഒരു 8 GB കുറയാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു GPU ആവശ്യമാണ്. 16 റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 12 റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു 8 GB ഉണ്ടെങ്കിലും നിങ്ങൾക്കത് റൺ ചെയ്യും, പക്ഷേ സ്ലോ ആയിരിക്കും. അപ്പോൾ നല്ലൊരു GPU ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കിത് ലോക്കലി സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം ഞാനിവിടെ സാമ്പിളിംഗ് സ്റ്റെപ്സ് 20 കിടക്കുന്നത്. ഇവിടെ ഞാൻ സാമ്പിളിംഗ് സ്റ്റെപ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്, 30 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിംഗ് സ്റ്റെപ്പ് കൂടുന്നതനുസരിച്ച് ഇമേജ് ജനറേഷൻ്റെ പ്രോസസ്സിൻ്റെ സ്പീഡ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇമേജിൻ്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യും. ഇമേജ് സാമ്പിൾസ് കുറവാണെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കാം. ഇമേജ് സാമ്പിൾസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇമേജിൻ്റെ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ക്വാളിറ്റിയും കൂടി വരും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 30 സ്റ്റെപ്സ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഫ്ലെക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 30 സ്റ്റെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ
ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോഡൽ അനുസരിച്ചും ഈ സാമ്പിളിംഗ് സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇനി എനിക്ക് വേണ്ട ഇമേജ് സൈസ് എന്ന് പറയുന്നത് ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാനുള്ള 2 ഏരിയാസ് കാണാം. ഇവിടെ എനിക്ക് ഇമേജ് സൈസ് വേണ്ടത് 4:5 എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇമേജ് ആയിട്ടാണ് ഞാൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 960, അതേപോലെ തന്നെ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നത് 1200 ആണ്. ഓക്കെ, അപ്പം വിഡ്ത്തും ഹൈറ്റും എനിക്ക് വേണ്ട രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഒരു വീഡിയോയിലൂടെ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് സ്റ്റേബിൾ ഡിഫ്യൂഷൻ യൂസ് ചെയ്യണമെന്നില്ല, ഏത് ഇമേജ് ജനറേഷൻ പ്രോഗ്രാമുകളും യൂസ് ചെയ്യാം. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോ ട്യൂട്ടോറിയൽസ് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇമേജിനെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ടായിട്ട് കിട്ടുക എന്നുള്ളത്. ഞാനിവിടെ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ പറഞ്ഞ പോലെ സിസ്റ്റം നമ്മൾ GPU സ്ട്രെങ്ത് ഒക്കെ അതിനനുസരിച്ച് ടൈം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജ് ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കിതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ക്യാരക്ടറിനെ കൂടുതൽ ബെറ്റർ ആക്കേണ്ടി വരാം, ക്യാരക്ടറിൻ്റെ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാം, ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ ഒരു ബേസിക് റിസൾട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ടൈം എത്രയാണ് എടുത്തതെന്നുള്ളത്. ഞാനൊരു 8 GB ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്ത് വരാം. കോമ കൊടുത്തു. അടുത്തൊരു സെഷനായിട്ട് ഞാൻ കൊടുക്കുന്നത് ബിഗ് എക്സ്പ്രസീവ് കാർട്ടൂണൈസ്. അതേപോലെ തന്നെ എനിക്കൊരു പ്ലഷി ഫീല് ക്യാരക്ടറിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ക്യാരക്ടറിൻ്റെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഗ്രേ ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ക്യാരക്ടറിന് കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കളേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിന് സ്പെസിഫൈ ചെയ്യുന്ന കളേഴ്സ് ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിലേക്കും കയറി വന്നേക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്ന കൊടുക്കുന്ന കളേഴ്സ് ക്യാരക്ടറിലേക്കൊക്കെ കയറി വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ് എയുടെ. അപ്പം അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളറും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഫീലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലഷ് ഫീലാണ് എനിക്ക് ക്യാരക്ടറിന് വേണ്ടത്. ഒരു പ്ലഷ് ഫീൽ, നമ്മുടെ ടോയ് ഫീൽ. അതേപോലെ തന്നെ ക്യാരക്ടറിൻ്റെ കളർ ഞാൻ സ്പെസിഫൈ ചെയ്യുകയാണ്. വൈറ്റ് എന്നാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. പ്ലഷിൻ്റെ ടെക്സ്ചർ ഒരു സോഫ്റ്റ് ഫെൽറ്റ് ടെക്സ്ചേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ് എന്നുള്ള രീതിയിൽ. ഇനി എനിക്ക് യൂസ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ടിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് വിവിഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടിനൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ബണ്ണിക്ക് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ബണ്ണി എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ ആയിരിക്കും ബാധിക്കുക. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് കാർട്ടൂണിക് മഷ്റൂംസ്, കളർഫുള്ളായിട്ടുള്ള കുറച്ച് മഷ്റൂംസ് ടൈപ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. മോസി റോക്സ്, അതായത് നമ്മുടെ പായൽ പിടിച്ച പോലെ ഉള്ള കുറച്ച് റോക്സ്, കുറച്ച് ഫ്ലവേഴ്സ് വേണം. ഓക്കെ, ചെറിയ ഫ്ലവേഴ്സ്. ക്യാരക്ടറും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ഫോക്കസ് ഔട്ട് ഫീല് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൊണ്ടുവരാനായിട്ട് വേർഡും കൂടെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. എൻവയോൺമെൻറ്റിൻ്റെ സ്റ്റൈൽസാണ് ഇനി ഞാൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടം തൊട്ട്. ഇത്രയാണ് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും കൂടെ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും ഒരു പ്രോംപ്റ്റിങ് വെച്ചിട്ട് എന്തായിരിക്കും നമ്മുടെ റിസൾട്ട് എന്നൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം ഇമേജിനെ തന്നെയാണ് ഈ പ്രോംപ്റ്റിങ് എഫക്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീഡ് വാല്യൂയും കൂടെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഞാനിപ്പോൾ ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർലി ഒരു ന്യൂ പിക്ചർ ആയിരിക്കും പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത് വരിക. പക്ഷേ എനിക്കിവിടെ ആവശ്യം അതല്ല. ഇപ്പം നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇമേജിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിനെ തന്നെ അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ സീഡ് വാല്യൂസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നോക്കി സീഡ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ലാസ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ സീഡ് അവിടെ യൂസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇമേജസിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട, അല്ലെങ്കിൽ ആ സെയിം ഇമേജിനെ തന്നെ ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സീഡ് വാല്യൂ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഓർക്കുക, ഇത് സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ മാത്രമുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ChatGPT പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സെയിം പ്രോംപ്റ്റ് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പുതിയൊരു ചാറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഇമേജ് ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾ ChatGPT അല്ലെങ്കിൽ ജെമിനി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആ സെയിം ചാറ്റിൽ തന്നെ അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളിൽ ഈ ഒരു രീതിയിൽ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ, ഓരോ തവണയും ഡീറ്റെയിൽ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇമേജിൻ്റെ ചേഞ്ചസ് സംഭവിക്കുന്നതാണ് സെയിം ഇമേജിൽ തന്നെ. ഓക്കെ, നമ്മുടെ ഇമേജ് ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ ഇമേജിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്യുന്ന കുറച്ച് പ്രോംപ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഈ ഒരു ഇമേജിൽ. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഹൈ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ സ്റ്റൈലിനെ ഒന്നുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലൈസ്ഡ് 3D ലുക്ക് എന്നുള്ള ഒരു സ്റ്റൈൽ ഇവിടെ ഇമേജിന് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റൈലൈസ്ഡ് 3D ലുക്ക് എന്ന് പറയുന്ന കാര്യം പ്രോംപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പം കൊടുത്തിരിക്കുന്ന രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പം പ്രോംപ്റ്റിങ്ങിൻ്റെ സ്ട്രക്ചറിങ്ങിനെ കുറിച്ചൊക്കെ വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ സ്റ്റൈലിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുകയാണ്. XR സ്റ്റൈലാണ് ഞാൻ ഈ ഒരു ഇമേജിന് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗിബിളിയും കൂടെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈറ്റിങ്ങിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലൈറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു പ്രോംപ്റ്റിംഗ് കൊടുക്കാം. ഡെപ്ത് ഓഫ് ഫീൽഡിന് വേണ്ടി നമ്മൾ അവിടെ ഓൾറെഡി ഒരു സിനിമാറ്റിക് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ക്യാരക്ടറൊക്കെ കുറച്ച് ടൈനി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒരു ഡെപ്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ഫീൽ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഒരു സിനിമാറ്റിക് രീതി എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളൊക്കെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ബോക്കെ എഫക്ട്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വേർഡിങ് കൂടെ അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റും കൂടെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഈ ഇമേജിൽ നിന്നും മറ്റു ഇമേജ് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പല രീതികളിലും പല സ്റ്റൈലുകളിലും നമ്മുടെ പ്രോംപ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പല രീതിയിലും കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇമേജ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഇമേജിൻ്റെ സീഡ് വാല്യൂവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് വാല്യൂ കൂടെ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. സീഡ് വാല്യൂ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇമേജ് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സീഡ് വാല്യൂവിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രോംപ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ലുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഒരു നല്ല രീതി. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് പുതിയ ഇമേജുകൾ വേണമെന്നുണ്ടെങ്കിൽ സീഡ് വാല്യൂവിനെ ഡിഫോൾട്ടായിട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ദിസ് ഈസ് അസീം എം സാഹിബ് സൈനിങ് ഔട്ട് ഫ്രം സാഹിബ്സ് റൂം.